കുളിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാഴി ആയുർവേദ സെൻ്ററിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ പ്രസവരക്ഷയ്ക്ക് വന്നിരിക്കുകയാണ്. ഇനിയുള്ള 21 ദിവസം നമ്മളിത് ഇവിടെ ആയിരിക്കും. മൃദുലയ്ക്ക് ഫുൾ റെസ്റ്റ് ആൻഡ് ഓയിൽ മസാജ്, ഹെഡ് മസാജ്, അങ്ങനെ കിഴി, അങ്ങനെ വേണ്ട എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ആയുർവേദപരമായിട്ട് ഇവിടെ ഉണ്ട്. ഇതേ മൃദുല റിലാക്സ് ആയിട്ട് നല്ല റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് സമയാസമം മസാജൊക്കെ കിട്ടി നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പോകുന്ന ഫേസ് പാക്കും എല്ലാം ഉണ്ട്. അതെ, അതല്ല കുഞ്ഞിന്റെ കാര്യം കുളിപ്പിക്കുന്നതല്ല. കാരണം നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ടത് അമ്മയുടെ ഹെൽത്താണ്. എല്ലാവിധ കാര്യങ്ങളും അവർക്ക് കംപ്ലീറ്റ്ലി ഉള്ള ബെഡ് റെസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തോളും. കുഞ്ഞിൻ്റെ കാര്യം ആയിക്കോട്ടെ, അമ്മയുടെ കാര്യം ആയിക്കോട്ടെ, സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കേട്ടോ. നമ്മൾ ഇന്നലെ നൈറ്റല്ല, നമ്മൾ ഇന്നലെ 7 മണി സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതെ, ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് നമുക്കുള്ള എന്തൊരു പഴയ ഒരു തറവാട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? പഴയ ഒരു വീട്, തറവാട്, ആ ഒരു ഫീൽ. അതെ, ഹോസ്പിറ്റലാന്നുള്ളൊരു ഫീൽ. നമ്മൾ അത് തന്നെ ഒരു മൈൻഡ് റിലാക്സ്ഡാ. ഇന്നലെ ഫുൾ ആയിട്ട് എന്താണ്ട് രാത്രി ഇവിടെ ആയിരുന്നു. രാത്രി വന്നപ്പോ അവർ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ. വെൽക്കമിങ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. സ്വന്തം വീട് പോലെ വിളിക്കുന്നത്. അപ്പൊ നമ്മളെ റൂമൊന്ന് കയറി കണ്ടാലോ? വരുന്ന വഴിയിൽ താണ്ടി. അതെ, ഈ റിസപ്ഷന്റെ ഈ സൈഡിൽ തന്നെ ആണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. 102 നമ്മുടെ റൂം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവീൺ മൃദുല കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടോട്ട് കയറാം. പൊളിക്കോ നീ? അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. 2 ബെഡ് ഉണ്ട്, പിന്നെ ഒരു സോഫയുണ്ട്, അലമാര, തൊട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. AC ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് കിടത്തിയത്. പക്ഷെ സുഖമുണ്ട്. ഞാൻ ഇവിടെ കിടന്നിട്ട് കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് എനിക്ക് എടുക്കാനും എല്ലാം എളുപ്പമുണ്ട്. ചാച്ചുണ്ട്. നിനക്ക് മസാജ് ഒന്നും ഇല്ല കേട്ടോ, നിനക്ക് ഉറക്കം. ഞങ്ങൾക്ക് മസാജ് ഉണ്ട്, പക്ഷെ 10 മണി കഴിഞ്ഞാ. കുഞ്ഞിനെ കുളിപ്പിക്കൂല്ലേ? കുഞ്ഞിനെ കുളിപ്പിക്കും അവര്. നമ്മളിനൊന്നും അറിയണ്ട. ഫുൾ ടേക്ക് കെയർ ചെയ്തോളൂ. തുണിയെല്ലാം അവർ കഴിക്കണം. നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ എവളെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിച്ചതിന് എനിക്ക് ഇഷ്ടംപോലെ തെറിവിളി കേട്ടോ. ഞാനാ പാട്ട് ഏട്ടാ, ഈ റീൽസ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക, നമുക്കിത് കളിച്ചാലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കളിപ്പിച്ചതാ. അതിനകത്ത് തെറിവിളി മൊത്തം കേട്ടത് എനിക്കാണ്. കാരണം അവളെ റെസ്റ്റ് എടുക്കണം. അപ്പൊ എനിക്കത് മനസ്സിലാവും നമുക്കത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഭയങ്കര ആവശ്യമാണ്. ആ കമന്റ്സ് ഞാൻ റീഡ് ചെയ്തായിരുന്നു. ഇവിടെ കുറച്ച് നമുക്ക് തുണിയൊക്കെ ഇടാനോ വേസ്റ്റ് ഒക്കെ ഇടാനോ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. അതിലെ മേൽക്കൂര കണ്ടല്ലോ, പഴയ മേൽക്കൂര. തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു നീ? നമ്മള് വീഡിയോയില് സിനിമയിലൊക്കെ അത് കണക്കത്തെ ഒരു എന്തോ ഒരു വുഡിൽ തീർത്തിരിക്കുന്ന ഒരു മേൽക്കൂര. ഇനി മച്ചെന്നാണോ പറയുന്നത്? ഓ, ഇത് അപ്പൊ ഇത് മച്ചല്ല, ഇതിനെന്ത് പറയുന്നത്? മേൽക്കൂര എന്ന് പറയാൻ സീലിംഗ്. ഇതിന്റെ മുകളിൽ ഓടാണല്ലോ. അപ്പൊ രാവിലെ അവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ട് തന്നു. അപ്പൊ അത് നമ്മൾ കഴിച്ചു. ചായ കുടിച്ചില്ലേ? പാല്. രാവിലെ 6 മണിയായപ്പോ പാലും മുട്ടയും കൊണ്ട് തന്നു. അമ്മ എന്റെ ഞാൻ പറഞ്ഞു വേണ്ട, വെച്ചിട്ട് കഴിയിട്ട് നമുക്ക് ശീലമില്ല. 6 മണിക്ക് കഴിച്ചു, ഇനി ശീലിച്ചേ പറ്റും. ഇനി ഇവിടെ ആകുമ്പോൾ നേരത്തെ കണക്ക് മൃദുല വീട്ടിലാകുമ്പോൾ 9 മണിക്കൊക്കെ എണീക്കുന്നത്. കാരണം ഇവിടെ കുഞ്ഞിനെ രാവിലെ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുന്ന ആ ടൈമിലായിരിക്കും. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. രാവിലെ കറക്റ്റ് ടൈം എണീറ്റേ പറ്റൂ. അവർ എണീപ്പിക്കും കേട്ടോ. റൂമിന് അടുത്തായോണ്ട് ഇങ്ങനെ വന്നിരുന്ന് ആടാനൊക്കെ കൊള്ളാം. ഞാൻ ഇന്ന് ഞാൻ ഏട്ടൻ കണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ കണ്ടായിരുന്നു. ഇവിടെ രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ നല്ല ഭംഗിയാ. ആ ബുദ്ധന്റെ അവിടെ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാ കാണാനായിട്ട്. ഒരു വീട് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അകത്തൊക്കെ ഇങ്ങനത്തൊക്കെ സെറ്റ് ചെയ്യണം, സ്പേസ് വേണം. ഡോക്ടർ ദേപ്പം ഇവിടെ വരും. നമ്മളതേപോലെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചില്ലായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയണ നിങ്ങൾ ഉറപ്പായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പ്രസവരക്ഷ എടുക്കുന്നത് വളരെ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇവര് തന്നെ അവിടെ വന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരും. ഈ ഭർത്താവിന് മസാജ് ഒന്നുമില്ല, ഓൺലി റെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോണ്ടിരുന്നാ മതി, മസാജ് ഇല്ല. മസാജ് വേണമെങ്കിൽ പാർലറിൽ കിടന്നോടിയത് മുഖത്ത് കാണാനും ഉണ്ട്. ഇതൊക്കെ ചെയ്തപ്പോഴേ മുഖവും ശെള്ളയൊക്കെ ഒട്ടി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇത്രയും ഒട്ടി. ഇനി ഏട്ടന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് എന്നോട് ഇച്ചിരി നന്നാവണം. അപ്പൊ ഹായ് ഡോക്ടർ, പേര് അഞ്ജന, പേര് അനക, തെറാപ്പി.
അപ്പം നമ്മളിത് രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ പാല് മുട്ട ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നായിരുന്നു. റൂമിൽ വന്ന് ബാക്കി കാര്യങ്ങളും മൃദുലയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണ്? ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ മസാജാണ്. പുള്ളിക്കാരിയുടെ ബോഡിയും കണ്ടീഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള ബാക്കി എല്ലാം ഉണ്ട്. ഹെഡ് മസാജ്, ഹെയർ പാക്ക്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, പിന്നെ സ്ട്രെച്ച് മാർക്ക് പാക്ക്, വേദുകുളി, വേദുപിടി, പിന്നെ വയറ് കെട്ടുക, അങ്ങനത്തെ ഉള്ള. കിഴിയുണ്ടോ ഇന്ന് തന്നെ? ഇന്ന് കിഴിയില്ല. നമ്മളിപ്പോൾ 21 ഡേയ്സ് പാക്കേജ് ആണ്. ഇപ്പോൾ 15ാമത്തെ ദിവസം ഓയിൽ മസാജും സ്റ്റീമും കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസം മുതലാണ് നമ്മൾ കിഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2-3 ദിവസം ഇത് കഴിഞ്ഞിട്ട് നല്ലോണം ബോഡി പെയിൻ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നോർമൽ ആയിക്കോളും. ആദ്യത്തെ ഒരു 3 ദിവസം ഒരു ക്ഷീണവും ബോഡി പെയിനും ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞു, അത്ര ഒരു ഇത് കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം നമുക്ക് നല്ലൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു നല്ലൊരു സുഖം വന്ന് തുടങ്ങും. രാത്രി കുഞ്ഞ് കരയൊക്കൊന്നുമില്ല, പക്ഷെ അവൻ ജസ്റ്റ് ഒന്ന് ഉണർന്നിട്ടുമ്പോഴേ ഞാൻ അറിയാം. അപ്പോഴേ ഞാൻ എടുത്ത് ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യുന്നുണ്ട്. അതുമല്ല കുടിച്ചോണ്ടിരുന്ന പിന്നെ അങ്ങ് കുടിച്ചോണ്ടേ ഇരിക്കും. അത് ഉറക്കത്തില്ല, ഉറങ്ങിക്കൊണ്ടായിരുന്നു കുടിക്കുന്നത്. കുടിക്കും നിർത്തും. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. നമ്മൾ ഇതൊക്കെ ഊരണോ? നിന്റെ ഡയമണ്ട് ഒക്കെ ഊരിക്കള, അതൊന്നും ഇവിടെ ശരിയാവത്തില്ല. നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോകുക. ഇതൊന്നും പാടില്ല. സൂപ്പറായിട്ടുണ്ട് ലുക്ക്. അയ്യോ കേട്ടില്ല. ടിവിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടില്ല, നേരിട്ട് ഇതിനകത്തൊക്കെ കിടക്കുന്ന മസാജ് ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ട്. അടിച്ച എണ്ണത്തോണിയിലൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് എണ്ണത്തോണി. ഇനി ഫേസ് എന്താ കഴിയുമ്പോ സെറ്റ് ആവുമല്ലേ? ഇവിടെ തന്തയ്ക്ക് വാക്കുമില്ല, ഓക്കുമില്ല, ഒന്നുമില്ല. ഇപ്പൊ നോക്കിയാണ് ഇവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മയും കുഞ്ഞും സെറ്റ് ആയിരിക്കും. നേരത്തെ വേണമെങ്കിൽ ഫുഡ് കഴിച്ച് തന്നെ നന്നായിക്കോളും. ഇപ്പൊ ബോഡി ഫുൾ ഇപ്പൊ മസാജ് ചെയ്യുന്നുണ്ടോ? എല്ലാം ഒന്നിച്ചങ്ങ് വേണോ? അല്ല, ഞാൻ വയറ്റി കിട്ടിയതായിരിക്കും. ചേച്ചിക്ക് എത്തുന്നില്ല. മതിയോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടോ വന്ന് ഫേസ് മസാജിന്? ഈ എണ്ണയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നില്ലേ? എന്ത് ഇത് മുഖത്തൊക്കെ എനിക്ക് കാണാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഫേസ്? സൂപ്പറായിട്ടുണ്ട്. ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തിട്ട് പോയി. വന്ന് കാലയിലൊരു പിടിയാപ്പിൽ അയ്യോന്ന് വിളിച്ച്. ബോഡിയൊക്കെ നല്ല ടൈറ്റ് ആണല്ലോ, ഉടച്ചെടുക്കാൻ പാടുപെടുമെന്ന്. കാലൊക്കെ പിടിച്ചിട്ട് നല്ല പറഞ്ഞു പതിയെ ഉടച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. സമയമുണ്ടല്ലോ. അതിൽ സ്റ്റീം ബാത്തൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇപ്പമുള്ള ഒരു നീരൊക്കെ പോയി ഇച്ചിരി സ്ലിം ആവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം. മൃദുല ഇത് കഴിയുമ്പോൾ അടിപൊളിയാവുന്ന പറയുന്നത് നിങ്ങൾ കണ്ടോ? ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ കിടക്കുന്ന മൂഞ്ചി ഈ മൂഞ്ചേനായിരിക്കും, എന്നാലും നോക്കിയോക്കെ. ഇപ്പൊ എന്തുവായി? അയ്യോ, നീണ്ടൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഫുള്ള് ദേഹത്ത് ഫുള്ള് എണ്ണ തേച്ച് അത് കഴിഞ്ഞ് പാക്കിട്ട്, പിന്നെ വയറിൻ്റെ അവിടെ സ്ട്രെച്ച് മാർക്ക് പോകാനുള്ള പാക്കിട്ട്, പിന്നെ ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് പാല് കൊടുക്കുക. ഉടച്ചെടുത്ത് മഞ്ഞള് സോപ്പ് ഇട്ടുകൂടാന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ ശരീരത്തിൽ പിടിക്കട്ടെ. ഇനി ഒന്ന് സുഖമായിട്ട് ഫുഡും കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാനവിടെ ചെറുക്കനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചെറുക്കനാണെങ്കിൽ പാല് കുടിക്കാൻ നേരത്ത് കൈയെല്ലാം കൂടി ഇങ്ങനെ ഗ്ലൗസിനകത്ത് ഇങ്ങനെ ആക്കിയിട്ട് അവന് പ്രത്യേക സിംറ്റംസ് ഉണ്ട്. അങ്ങനെ വലുതായിട്ട് കരയത്തില്ല. കരഞ്ഞില്ല, വലുതായിട്ട് കരഞ്ഞൊന്നുമില്ല. ഇതെന്താ സാധനം? എന്താ ഇത്? മൂന്നിട്ടോ, ഒരു മൂക്കി കൂടെ. മണ്ട എരിയുന്നു. ചിരിച്ചല്ല കളിയാക്കി, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മൃദുലയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഇതൊക്കെ ചെയ്യുമ്പോഴേ ബോഡിയൊക്കെ നല്ലോണം ഇറക്കി വിടുമ്പോൾ ഷുഗർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം മധുരമായിട്ടൊരു കാപ്പി കുടിക്കണം. കരിയൊക്കെ എഴുതിയപ്പോൾ വേറൊരു ലുക്കായി. കൊള്ളാം. ഇങ്ങനെയൊക്കെ ചെയ്യണം സത്യത്തിൽ. കണ്ണൊക്കെ എഴുതി ഈ ഒരു ടൈം നമ്മൾ റെസ്റ്റ് ചെയ്ത് ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് വേറൊന്നും ചെയ്യാതെ വേറൊന്നിനെ പറ്റി ടെൻഷൻ അടിക്കാണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അതെ, അവിടെ വീട്ടിലാകുമ്പോൾ എത്രയായാലും നമ്മൾ അടങ്ങിയിരിക്കത്തില്ല ഒരു സ്ഥലത്ത്. ഇപ്പം കുഞ്ഞിൻ്റെ ഇപ്പം ഡയപ്പർ മാറ്റാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരത്തെ എത്രയായാലും പോയി നിൽക്കും. ഇത് ഇവിടെ ആകുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ഫുള്ള് റെസ്റ്റ് കിട്ടും. കുഞ്ഞിന് ഫീഡ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തോളും. മൃദുലയുടെ കാര്യങ്ങൾ ഫുള്ള് ടേക്ക് കെയർ ചെയ്തോളും. സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർ കൊണ്ടുതരും. അപ്പം എന്തുകൊണ്ടും ബെറ്ററാണ് കേസ്. സ്റ്റാൻഡ് ഇവിടെ ഒരാൾ പാൽ കുടിക്കാൻ വേണ്ടിയുള്ള കസർത്തായിരുന്നു. അമ്മ കുളിച്ചിട്ട് ഇപ്പം വരും. പാൽ കുടിക്കുമ്പോഴേ കയ്യൊക്കെ ഇങ്ങനെ ആക്കുകയും വാർക്കുകയൊക്കെ ചെയ്യുന്നത്. മൃദുല എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തിടാ അമ്മ എന്തി സങ്കടം. അമ്മയുടെ കുളി കഴിഞ്ഞ് ഇനി അടുത്ത കുഞ്ഞിന്റെ കുളിയായി. ബലം പിടിക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്യട്ടെ. എക്സസൈസ് ഒക്കെ ചെയ്യടേ. സഹകരിക്കുന്നില്ല പുള്ളി, താല്പര്യമില്ല എനിക്ക്. മൃദുലതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. അപ്പം ഗ്രീൻ പീസ് അറിയാം, കുറുക്ക് ഇലക്കുറുക്ക് കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് കൊള്ളാം. ചെറുക്കനെ കുളിപ്പിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരയും, തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര കരച്ചില്ല. ഞാൻ അവിടെ തുടക്കുന്ന കേട്ടാ. ലഞ്ചിനുള്ള ടൈമായി. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ്, രസം, ഇതെന്തോ ഇലത്തോരൻ, ചിക്കൻ കറി, ഇത് പച്ചടിയാന്ന് തോന്നുന്നു കേട്ടോ. അത് കറിക്കാൻ നല്ല കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ. മോളിൽ കാണാം. മതി എനിക്കത് മതി. താങ്ക് യു. ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഇത് യാരിത് തല മാത്രമേ ഉള്ളൂ, മറ്റുള്ള സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ. ഇതെന്താ സംഭവം തന്നെ? അലമാര. അതാ കുക്കറിൽ നിന്ന് ആവി വരണം. ആവി ഇതിനകത്ത് കേട്ടിട്ട് എന്റെ ദേഹം വിയർക്കുന്നിടം വരെ ഇതിനകത്ത് ഇരിക്കണം. ഒരു 15-20 മിനിറ്റ് പുഴുങ്ങിയെടുക്കട്ടെ. പുഴുങ്ങിയെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ കയറിയിരിക്കുന്നില്ല. അപ്പം എത്ര ദിവസമായി നമ്മളിവിടെ വന്നിട്ട്? 13 ദിവസം. 13 ദിവസം പെട്ടെന്ന് പോയില്ലേ. അപ്പൊ ഇന്നത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ഒന്ന് ഉറങ്ങി മയങ്ങി അതേ ഇറങ്ങി ഇങ്ങനെ വെളിയിലോട്ട് വന്നിരിക്കും. മൃദുല ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടും രാവിലെ മാത്രമേ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വലിയ പാടാ. ഇല്ല, ഞാൻ ഇന്നത്തെ ദിവസം വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്നാ ഒന്ന് ഇറങ്ങാൻ പോകുന്നത്. സത്യം പറയാലോ, നമ്മള് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഫീൽ അങ്ങനൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഒരു വീട് ഹോംലി ഒരു ഫീലാണ് നമുക്ക്. ഹോംലി ഫുഡും. അതെ, ഹോംലി ഫുഡും അല്ല റൂം ആയാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും അതുപോലെ എല്ലാത്തിനും എപ്പോഴും ചുറ്റും ആളുണ്ട്. എന്തോതിനായാലും കൂടെ അവർ വന്ന് ചോദിക്കും എന്തെങ്കിലും വേണോ, ഫുഡൊക്കെ വെക്കാണോ, എല്ലാം വന്ന് ചോദിക്കും. എന്നാലും അത്യാവശ്യമൊക്കെ എന്നാലും പെട്ടെന്ന് വരും. അതുപോലെ കുഞ്ഞിനെയായാലും കുഞ്ഞെന്ന് കരഞ്ഞാൽ അവരെടുത്തോണ്ടങ്ങ് നടന്നോളും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഇല്ലാത്ത ഗേള് മൃദുലയായിരുന്നു. സാധാരണ പ്രഗ്നന്റ് വുമൺസ് എല്ലാവരും ഭയങ്കര റെസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെ വീട് നോക്കാൻ പോകണമുള്ളതുകൊണ്ടും ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകണമല്ലോ. കാരണം വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകാൻ നേരത്തെ ഞാൻ മാത്രം പോയി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും മൃദുലയും കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൃദുലയ്ക്ക് പലപ്പോഴും ഇവിടുന്ന് ചാടേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇവിടുന്ന് ഇന്നലെ നമ്മളിങ്ങനെ പോകാൻ നേരത്തെ പറഞ്ഞ് ലാസ്റ്റ് പോക്കാണ്, ഇനി അപ്പോൾ നമ്മൾ 21 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോൾ എത്ര ദിവസമായി മുതലേ? 13 ദിവസമായിട്ടുണ്ട്. അപ്പം അതെ, ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. തെറാപ്പിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഡോക്ടർ. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഞാനല്ല പറയേണ്ടത്, മൃദുലയാണ് പറയേണ്ടത്. എങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇനിയാണ് കിഴിയൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഇനി അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. തടവൊക്കെ എല്ലാം പക്ക ഓക്കെ. അപ്പോൾ നമ്മളെ ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എവിടെയാണ്? നമുക്ക് സെൻറ്റേഴ്സ് ഉള്ളത് ട്രിവാൻഡ്രത്ത്, പൂജപ്പുരയും വിഴിഞ്ഞത്തും,
കൂടാണ്ട് എറണാകുളം വടക്കേക്കോട്ടയിലുമാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൂജപ്പുരയിലുള്ള പൂജപ്പുരയാണ് കേട്ടോ. ഈ പിന്നെ വൈഫിന് മാത്രമല്ല നമുക്ക് സത്യം പറഞ്ഞ ഇങ്ങനത്തെ എന്തെങ്കിലും വേണം. കാരണം നമ്മളെ ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ ഓടിയിട്ട് നമുക്കൊരു അപ്പോൾ എനിവേ അപ്പം സ്റ്റാഫ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം പിന്നെ നമുക്കിവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്? നമുക്ക് ഈ പ്രസവരക്ഷ അല്ലാണ്ട് വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്? പ്രസവരക്ഷ അല്ലാതെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് പഞ്ചകർമ്മ ആയിരുന്നാലും എല്ലാവിധ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വിളിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് പൂജപ്പുരയും ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ബ്രാഞ്ചുകളിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തടുത്ത ബ്ലോഗുകൾ അടുത്തടുത്ത ദിവസങ്ങളുടെ അങ്ങോട്ടും വരുന്നതാണ്. ഇനി എന്താ പറയുക, ഇനി നമുക്ക് വീടൊക്കെ നോക്കണം, വീടിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അടുത്തടുത്ത വീഡിയോകളിൽ വരും. എന്തിനാ ഞങ്ങള് പുറത്തിറങ്ങിട്ട് ഹാപ്പി ആയിട്ടടി. അപ്പോൾ ഗൈസ് ടാറ്റാ ആൻഡ് ബൈ ബൈ.